ക്രോഷ്യ കലാകാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ക്രോഷ്യ ഫ്ലവർ വിത്ത് ചെയിനാണ്. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു അക്രലിക് ആണ്. അതിൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞാൽ 3.0 mm ഹുക്കാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. ചെയിൻ 1 2 3 4 ചെയിൻ. പിന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ചെയിനിനുള്ളിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3 ചെയിൻ 3 ചെയ്തു. ഇനി നമുക്ക് ഈ പോയിന്റിനുള്ളിലേക്ക് നമ്മുടെ ഈ ഹുക്ക് ഇട്ടിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 DC. വീണ്ടും ആ പോയിന്റിനുള്ളിലേക്ക് ഇട്ടിട്ട് സെക്കൻഡ് DC, ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനുള്ളിലേക്ക് ഈ പോയിന്റിനുള്ളിലേക്ക് ആ 4 ചെയിനിൻ്റെ പോയിന്റിനുള്ളിലേക്ക് ഇട്ടിട്ട് നമ്മുടെ യാൺ പുറത്തേക്ക് എടുത്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഇതാണ് ഇനി അടുത്തത്. ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3. വീണ്ടും ഈ പോയിന്റിനുള്ളിൽ 4 ചെയിനിൻ്റെ പോയിന്റിനുള്ളിൽ DC, 1 more DC, ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3. വീണ്ടും നമുക്ക് ഈ പോയിന്റിനുള്ളിൽ കൊണ്ടുവന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. സിംഗിൾ ക്രോഷ്യ അല്ല, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 1 2 3 പോയിന്റിനുള്ളിൽ 1 DC, നെക്സ്റ്റ് DC പോയിന്റിനുള്ളിൽ ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3. വീണ്ടും പോയിന്റിനുള്ളിൽ കൊണ്ടുവന്ന് പുറത്തേക്ക് എടുത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മുടെ ലാസ്റ്റ് ഇതെല്ലാം ചെയ്യാൻ പോണത് ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3. വീണ്ടും അതിനുള്ളിൽ കൂടി വന്ന് 1 DC, സെക്കൻഡ് DC, ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3. വീണ്ടും നമുക്കിതിൽ കൂടെ കൊണ്ടുവന്ന് വീണ്ടും നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. എന്നിട്ട് ഈ ചെയിൻ ഒന്ന് പുറത്തേക്ക് നീട്ടിയെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ചെയിനൊന്നും നമ്മുടെ ഈ ഹുക്ക് ഇതിനുള്ളിലൂടെ ഈ ഒരു പോയിന്റിനുള്ളിലൂടെ എടുത്തിട്ട് നമുക്ക് നമ്മൾ ഈ ചെയ്തു വെച്ച ചെയിൻ പയ്യെ വലിച്ച് അത് ഉള്ളിലേക്ക് കൊണ്ടുപോവുക. കണ്ടോ, ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ടൊന്ന് ടൈറ്റാക്കുക. അതിനുശേഷം വീണ്ടും ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 ചെയിൻ ഈ ഫ്ലവറിന് ശേഷം എടുത്തു. 1 2 3 4. ഫോർത്ത് ചെയിനിൽ വീണ്ടും നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അതിനുശേഷം വീണ്ടും ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3. നമ്മുടെ നെക്സ്റ്റ് ഫ്ലവറാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത കണക്കിന് ആ പോയിന്റിനുള്ളിൽ 1 DC, സെക്കൻഡ് DC, 3 ചെയിൻ. വീണ്ടും നമുക്ക് ഈ പോയിന്റിനുള്ളിൽ കൊണ്ടുവന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി നമുക്ക് നെക്സ്റ്റ് 1 2
3 ചെയിൻ. എന്നിട്ട് ഈ ഒരു ഇത് ഇങ്ങോട്ട് ബാക്കോട്ട് ഇറക്കിയിട്ട് വീണ്ടും ആ പോയിന്റിനുള്ളിൽ കൊണ്ടുപോയി 1 DC, സെക്കൻഡ് DC, 1 2 3 ചെയിൻ. നമ്മൾ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. വീണ്ടും ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 1 DC, 2 DC, 1 2 3 ചെയിൻ. വീണ്ടും നമുക്കിതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇടാം. നമ്മുടെ നെക്സ്റ്റ് ഇതൾ റെഡിയായി. നെക്സ്റ്റ് ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 3 ചെയിൻ ചെയ്തു. ഇനി നമുക്ക് വീണ്ടും 1 DC, 2 DC, 1 2 3 ചെയിൻ. വീണ്ടും നമുക്ക് ഇതിനുള്ളിലേക്ക് എടുത്ത് നമ്മുടെ ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് ഈ പുറത്തേക്ക് വലിക്കാം. അതിനുശേഷം നമ്മുടെ ഹുക്ക് ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഈ ഹോളിൽ കൂടെ കൊണ്ടുവന്ന് ഈ ആണിനെ പുറത്തേക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഒന്ന് ടൈറ്റാക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, അങ്ങനെ 25 ചെയിൻ ഇടാം. അപ്പം ഇതാണ് നമ്മുടെ സിമ്പിൾ ഫ്ലവർ ചെയിനാണിത്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.